കേരളത്തിൽ ഇന്ന് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പോലീസ് രാജ് പ്രതിപക്ഷത്തിന്റെ പരാജയം മൂലമാണെന്ന് ബിജെപി ദേശീയ സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ. തന്റേടവും ആർജവവും നട്ടെല്ലുമില്ലാത്ത പ്രതിപക്ഷ നേതാവ് വൻ പരാജയമാണെന്നും ശോഭാ സുരേന്ദ്രൻ. കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം പിടികൂടി. മാടക്കത്തറ വില്ലേജ് ഓഫീസർ കൊടകര സ്വദേശി പോളി ജോർജാണ് പിടിയിലായത്. ചാലക്കുടി ആനമല റോഡിൽ ജനുവരി 6 മുതൽ ഗതാഗത നിയന്ത്രണം. ടാറിംഗ് പ്രവൃത്തി പുനരാരംഭിക്കുന്നതിനാൽ ജനുവരി 6 മുതൽ 12 വരെയും ജനുവരി 21 മുതൽ ഫെബ്രുവരി 5 വരെയുമാണ് ഗതാഗത നിയന്ത്രണം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കേരളത്തിൽ ഇന്ന് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പോലീസ് രാജ് പ്രതിപക്ഷത്തിന്റെ പരാജയം മൂലമാണെന്ന് ബിജെപി ദേശീയ സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ. തന്റേടവും ആർജവവും നട്ടെല്ലുമില്ലാത്ത പ്രതിപക്ഷ നേതാവ് വൻ പരാജയമാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ടി.പി. ചന്ദ്രശേഖരനെ പോലെ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പന്ന്യന്നൂർ ചന്ദ്രേട്ടനെ പോലെ, കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെ, സത്യേഷിനെ പോലെ ഇനിയും നിരവധി ആളുകളുടെ ജീവൻ ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ പോലും നിങ്ങൾ എടുക്കുമെന്നറിയാവുന്നത് കൊണ്ടാണ് നല്ല നാട്ടല് നിവർത്തി നിന്നുകൊണ്ട് ആളുകൾ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോയത്. കാരണം അതിന് കനത്ത വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വരെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം വെല്ലുവിളിയോടുകൂടി ഞങ്ങൾ സ്വീകരിച്ചത്. ഞങ്ങൾക്ക് ജപിക്കാനുള്ള ജപമന്ത്രം എന്ന് പറയുന്നത് കഠിനകണ്ഠകാകീർണമാണെങ്കിലും വെടിയുകില്ല ഞാൻ ഈ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ എന്നുള്ള ശംഖമന്ത്രം, ആ മന്ത്രാക്ഷരങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് രാജ്യവ്യാപകമായി വളർന്നത്. നിങ്ങൾ ഷുഹൈബിന് വക്കീലിനെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ 1.25 കോടി രൂപയാണ് ചെലവ് ചെയ്തത്. ഞങ്ങൾക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന പിണറായിയോട് പറയാനുള്ളത്, ഞങ്ങൾ ജനാധിപത്യത്തിന്റെ ഒരു കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നുണ്ട്. ഭരണമുന്നണിയിലെ വനിതാ MLAയുടെ വീടിനകത്തേക്ക് വരെ മയക്കുമരുന്നിന്റെ സ്വാധീനം എത്തിയതാണ് പിണറായി വിജയന്റെ ഭരണ നേട്ടം. യുവമോർച്ച മുനിസിപ്പൽ സെക്രട്ടറിയായിരുന്ന സത്യേഷിന്റെ ബലിദാന ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. പോലീസ് മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷനായി. AR ശ്രീകുമാർ, സെൽവൻ മണക്കാട്ടുപടി, KP ഉണ്ണികൃഷ്ണൻ, TB സജീവൻ, VG ഉണ്ണികൃഷ്ണൻ, TS സജീവൻ, PS അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം പിടികൂടി. മാടക്കത്തറ വില്ലേജ് ഓഫീസർ കൊടകര സ്വദേശി പോളി ജോർജാണ് പിടിയിലായത്. പരാതിക്കാരന് വിവരാവകാശ രേഖകൾ അനുവദിക്കുന്നതിനായി 3000 രൂപ വില്ലേജ് ഓഫീസർ കൈക്കൂലിയായി ആവശ്യപ്പെടുകയായിരുന്നു. ഈ വിവരം പരാതിക്കാരൻ തൃശൂർ വിജിലൻസ് DYSP ജിം പോളിനെ അറിയിക്കുകയായിരുന്നു. വിജിലൻസ് കൊടുത്തുവിട്ട ഫിനോഫ്തലിൻ പുരട്ടിയ നോട്ടുകൾ പരാതിക്കാരൻ വില്ലേജ് ഓഫീസർക്ക് കൈമാറുന്നതിനിടെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടുകയായിരുന്നു. വിജിലൻസ് DYSP ജിം പോളിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ജയേഷ് ബാലൻ, SI മാരായ ബൈജു, കമൽദാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, സൈജു സോമൻ, വിബീഷ്, ഗണേഷ്, സുധീഷ്, രഞ്ജിത്ത്, സിബിൻ, രതീഷ് എന്നിവർ ചേർന്നാണ് വില്ലേജ് ഓഫീസറെ പിടികൂടിയത്. ചാലക്കുടി ആനമല റോഡിൽ ജനുവരി 6 മുതൽ ഗതാഗത നിയന്ത്രണം. ടാറിംഗ് പ്രവൃത്തി പുനരാരംഭിക്കുന്നതിനാൽ ജനുവരി 6 മുതൽ 12 വരെയും ജനുവരി 21 മുതൽ ഫെബ്രുവരി 5 വരെയും ഗതാഗതത്തിന് പൂർണ്ണമായി നിരോധനം ഏർപ്പെടുത്തിയതായി KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ പ്രവൃത്തി നടക്കുന്ന റീച്ചിൽ എമർജൻസി വാഹനങ്ങൾക്കൊഴികെയാണ് ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. KSRTCയുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും സമയം നിയന്ത്രണമനുസരിച്ച് ക്രമീകരിക്കും. വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയും വാഹന ഗതാഗതം നിയന്ത്രിക്കും. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ക്ഷയരോഗ വിമുക്ത പഞ്ചായത്താക്കുന്നതിന്റെ തുടർ പ്രവർത്തനത്തിനായി അവലോകന യോഗം ചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗങ്ങളുള്ള പഞ്ചായത്തിൽ
കഴിഞ്ഞ 3 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ജില്ലാ TB ഓഫീസറിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം 2024 മാത്രം 1130 പരിശോധനകൾ നടത്തി ജില്ലയിൽ ഉയർന്ന പരിശോധന നിരക്കാണിത്. പഞ്ചായത്തിലെ മുഴുവൻ രോഗികൾക്കും സമ്പൂർണ്ണ പോഷകാഹാര കിറ്റ് നൽകുന്ന പദ്ധതിയായ നിക്ഷയ് മിത്ര മുഴുവൻ വാർഡുകളിലും രജിസ്റ്റർ ചെയ്യപ്പെട്ട ജില്ലയിലെ ഏക പഞ്ചായത്ത് അതിരപ്പള്ളിയാണെന്ന് ജില്ലാ TB ഓഫീസർ അറിയിച്ചു. പഞ്ചായത്ത് തല ടാസ്ക് ഫോഴ്സിന്റെയും വാർഡ് തല പിന്തുണ ഗ്രൂപ്പിന്റെയും പ്രവർത്തനം ശ്രദ്ധേയമാണെന്ന് ജനപ്രതിനിധികളും ജില്ലാ ടീമും അറിയിച്ചു. നിക്ഷയ് മിത്ര പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളവർക്കുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും നൽകുന്ന അംഗീകാരപത്രം സംരോഹ റിസോർട്ട്സ്, ഹൈഡൽ പാലസ് എന്നീ സ്ഥാപനങ്ങൾക്ക് നൽകി ആദരിച്ചു. 100-ദിന കർമ്മ പരിപാടിയെക്കുറിച്ച് ജില്ലാ TB ഓഫീസർ ഡോക്ടർ അജയ് രാജ് വിശദീകരിച്ചു. ഡോക്ടർ പ്രശാന്ത് മാത്യു, രഞ്ജിത്ത് ഗോപിനാഥ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധനലക്ഷ്മി, വാർഡ് മെമ്പർമാരായ റിജേഷ് KK, കൃഷ്ണൻ CC, ജയചന്ദ്രൻ KM, സനീഷ ഷെമി, താലൂക്ക് TB ഇൻചാർജ് ഡോക്ടർ അരുൺ മിത്ര, ബ്ലോക്ക് നോഡൽ ഓഫീസർ ഡോക്ടർ സ്മിത എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ ഐശ്വര്യ അംഗൻവാടി കെട്ടിടത്തിന് ശിലയിട്ടു. രാവിലെ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. വാർഡ് മെമ്പർ PH ബാബു, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗം PA ഷെമീർ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ പൊറ്റേക്കാട്, അംഗൻവാടി അധ്യാപിക രൂപ ജോഷി, KS ശ്രീരാജ് തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി പൈനൂരിൽ പാറമ്പിൽ ചന്ദ്രമോഹന് സൗജന്യമായി നൽകിയ 3 സെന്റ് സ്ഥലത്താണ് പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 5 ലക്ഷം രൂപയും വിനിയോഗിച്ച് കെട്ടിടം പണിയുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രളയപ്പുരയിൽ പുതിയ താമസക്കാരെത്തി. പഞ്ചായത്തിലെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 4 കുടുംബങ്ങൾക്കാണ് വീട് കൈമാറിയത്. പ്രളയപ്പുരയിലെ 14 വീടുകൾ 10 വീടുകൾ നേരത്തെ കൈമാറിയിരുന്നു. ബാക്കിയുണ്ടായിരുന്ന 4 വീടുകളാണ് ഇന്ന് നൽകിയത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ റോട്ടറി ക്ലബ്ബ് 1 കോടി രൂപ ചെലവഴിച്ച് റവന്യൂ വകുപ്പിന്റെ മിച്ചഭൂമി സ്ഥലത്താണ് പ്രളയപ്പുര നിർമ്മിച്ചിരിക്കുന്നത്. ET ടൈസൺ MLA താക്കോൽ ദാനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, സെക്രട്ടറി K ശ്രീകുമാർ, പെരിഞ്ഞനം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് DK രമേശ്, സെക്രട്ടറി അരുൺ ഗോപി, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറത്ത് നടന്ന 6ാമത് കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ഗെയിംസിൽ നീന്തൽ ഇനങ്ങളിൽ സ്വർണവും വെള്ളിയും നേടിയ വെള്ളാഞ്ചിറ സ്വദേശിയും പ്രവാസിയുമായ അരവിന്ദൻ പീണിക്കയെ പ്രവാസി സംഘം മാള ഏരിയ കമ്മിറ്റി ആദരിച്ചു. പ്രവാസി സംഘം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ഹക്ക് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു മഹത്തായ ഒരു വിജയം ഒരുപക്ഷെ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയധികം നാളുകളായിട്ടില്ല കേരളത്തിൽ അറിയപ്പെടുന്ന രീതിയിലേക്ക് വന്നു തുടങ്ങി. ഒരു കാലഘട്ടത്തിൽ 10-20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ വാശിയേറിയൊരു മത്സരം ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്തരത്തിൽ മാത്രം പ്രായമായിട്ടുള്ള ഒറ്റ കാരണത്താൽ തന്നെ വീടുകളിലേക്ക് ഒതുങ്ങിയിരുന്ന പല ആളുകളും പഴയ കാലത്തുണ്ടായിരുന്ന അവരുടെ മികവ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ നിന്ന് പുറത്തേക്കും ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തേക്കും പോകുന്ന രീതിയിലേക്കുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലൂടെ ഒരുക്കിയിട്ടുള്ളതെന്ന് എനിക്കറിയാം. നമുക്കറിയാം മിക്കവാറും പല ഇതിപ്പോൾ കേരളത്തിൽ നടന്ന പരിപാടിയാണ് ഇതിപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൺപൂരിലാണ് ദേശീയ തലത്തിലുള്ള മത്സരം നടക്കുന്നത്. അത് കഴിഞ്ഞാൽ മിക്കവാറും കാൺപൂരിലല്ല ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് നടന്നേക്കാമെന്നാണ് അരവിന്ദൻ പറഞ്ഞത്. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജോ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ബഷീർ തെക്കേത്, ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, സ്ഥിരം സമിതി ചെയർമാൻ ഡിബിൻ പാപ്പച്ചൻ, പ്രവാസി സംഘം പ്രവർത്തകരായ വിജയരത്നം എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ AITUC കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് മാർച്ചും ധർണയും നടന്നു. മുനിസിപ്പൽ വെൻഡിംഗ് കമ്മിറ്റി അടിയന്തരമായി വിളിച്ചു ചേർക്കുക,
തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക, അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും ID കാർഡ് വിതരണം ചെയ്യുക, തൊഴിലാളികൾക്ക് ലൈസൻസ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന പ്രതിഷേധ ധർണ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി TR ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം പ്രസിഡന്റ് KN രാമൻ അധ്യക്ഷത വഹിച്ചു. AITUC മണ്ഡലം സെക്രട്ടറി PB സുഭാഷ്, മുനിസിപ്പൽ ആക്ടിംഗ് സെക്രട്ടറി PP അനിൽകുമാർ, ബഷീർ എന്നിവർ പ്രസംഗിച്ചു. സമരത്തിന് ശേഷം മുനിസിപ്പൽ സെക്രട്ടറിക്ക് അടിയന്തരമായി വെൻഡിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം സമർപ്പിച്ചു. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി PR ജോഷി അധ്യക്ഷനായി. ഡോക്ടർ KB സജു അനുസ്മരണ പ്രഭാഷണം നടത്തി. സിനിമാ നിർമ്മാതാവ് വിൻസെന്റ് ചിറ്റിലപ്പള്ളി, TN തിലകൻ, PC ബാലൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നിരവധി ഗായകർ MT സിനിമകളിലെ ഗാനങ്ങൾ ആലപിച്ചു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ 525ാം ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുശേഷിപ്പ് വികാരി ഫാദർ ജെൻസ് തട്ടിൽ ഏറ്റുവാങ്ങി. തുടർന്ന് ജൂബിലി പതാക ഉയർത്തലും തിരിതെളിയിക്കലും തിരുശേഷിപ്പ് പ്രതിഷ്ഠയും ശംഷാബാദ് ബിഷപ്പ് മാർ പ്രിൻസ് ആന്റണി പാണങ്ങാടൻ നിർവഹിച്ചു. മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള സഹായധന വിതരണവും ഇടവകയിലെ 155 ഭവനങ്ങളുടെ ലഹരി വിമുക്ത പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് അദ്ദേഹം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജെൻസ് തട്ടിൽ, ഫാദർ ചെറിയാൻ മാളിയക്കൽ എന്നിവർ സഹകാർമ്മികരായി. ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ഇടവകയിലെ ഭക്തസംഘടനകളുമായി സഹകരിച്ച് അർഹരായവർക്ക് ഭവന നിർമ്മാണം, സാധുജന സംരക്ഷണം തുടങ്ങി 1 വർഷം നീണ്ടു നിൽക്കുന്ന നിരവധി കർമ്മ പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് വികാരി ഫാദർ ജെൻസ് തട്ടിൽ, കൈക്കാരന്മാരായ CA ജെയിംസ്, ലിജോ ജോർജ്, സിജോ ഡേവിസ്, ജനറൽ കൺവീനർ സെബി ജോർജ്, PRO ഷാജി ചാലിശ്ശേരി എന്നിവർ അറിയിച്ചു. കുടുംബ കൂട്ടായ്മ കൺവീനർ EJ ജെയിംസ്, ജോസ് ആലപ്പാട്ട്, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ചിട്ടി മേഖലയിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നയങ്ങൾ മൂലം സ്വകാര്യ ചിട്ടി വ്യവസായം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. പുതിയ കുറികൾ തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ മേഖലയിലെ ചെറുതും വലുതുമായ സ്ഥാപനങ്ങളും തൊഴിലാളികളും വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. ചെറുകിട ചിട്ടി സ്ഥാപനങ്ങളുടെ തകർച്ച ജനങ്ങളെ നല്ല രീതിയിൽ ബാധിക്കും. മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നോൺ ബാങ്കിംഗ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എംപ്ലോയീസ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ നടന്ന ഏരിയ കൺവെൻഷൻ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് A സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. MS വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CC രതീഷ്, മുസ്താഖ് അലി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഇന്ന് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പോലീസ് രാജ് പ്രതിപക്ഷത്തിന്റെ പരാജയം മൂലമാണെന്ന് BJP ദേശീയ സമിതി അംഗം ശോഭ സുരേന്ദ്രൻ. തന്റെ ഇടവും ആർജവവും നട്ടെല്ലുമില്ലാത്ത പ്രതിപക്ഷ നേതാവ് വൻ പരാജയമാണെന്നും ശോഭ സുരേന്ദ്രൻ. കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം പിടികൂടി. മാടക്കത്തറ വില്ലേജ് ഓഫീസർ കൊടകര സ്വദേശി പോളി ജോർജാണ് പിടിയിലായത്. ചാലക്കുടി ആനമല റോഡിൽ ജനുവരി 6 മുതൽ ഗതാഗത നിയന്ത്രണം. ടാറിംഗ് പ്രവൃത്തി പുനരാരംഭിക്കുന്നതിനാൽ ജനുവരി 6 മുതൽ 12 വരെയും ജനുവരി 21 മുതൽ ഫെബ്രുവരി 5 വരെയുമാണ് ഗതാഗത നിയന്ത്രണം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.